വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ അദാനിയും സർക്കാരും രണ്ട് തട്ടിൽ. MSCയുടെ നിക്ഷേപം സർക്കാർ അറിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി. VD സതീശൻ. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല. നിക്ഷേപത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവും. LDFന്റെ നേട്ടമെന്ന് ദേശാഭിമാനിയുടെ ലേഖനം. ബജറ്റ് വിഹിതം കുറച്ചതിൽ കടുത്ത ആശങ്കയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ. വിഹിതം കുറഞ്ഞുപോയെന്ന് സമ്മതിച്ച മുഖ്യമന്ത്രിയും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന് പ്രതിപക്ഷം. PSC ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം ഉടൻ. കടുത്ത നിലപാടിൽ മുഖ്യമന്ത്രി. അതീവ ഗുരുതര വിഷയമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ VD സതീശൻ. അനധികൃത നിയമനം റദ്ദ് ചെയ്യണമെന്നും PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നും മന്ത്രി OJ ജനീഷ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ മന്ത്രിസഭയിൽ തർക്കം. സണ്ണി ജോസഫ് ഉന്നയിച്ച പേരുവെട്ടി മുഖ്യമന്ത്രി. ശേഷാദ്രിയെ തന്നെ നിയമിക്കണമെന്ന് VD സതീശൻ. വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കമാൻഡ്. മാസപ്പടി കേസിൽ റിയാസിനെതിരെയും ED അന്വേഷണം. മുൻ മന്ത്രിയുടെ പണമിടപാടുകൾ പരിശോധിക്കും. വീണയുടെ അക്കൗണ്ടിൽ നിന്നും ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ എത്തിയോ എന്നതിൽ വ്യക്തത തേടി ED. ജയിലിനുള്ളിൽ നിന്ന് വീണ്ടും കൊടിസുനിയുടെ ഫോൺ വിളി. TP കേസ് പ്രതി ഫോൺ വിളിച്ചത് തവനൂർ ജയിലിൽ തടവിലിരിക്കെ. വിളിച്ചത് സഹതടവുകാരന്റെ ഫോൺ കാർഡ് ഉപയോഗിച്ച്. അന്വേഷണം പ്രഖ്യാപിച്ചു ജയിൽ സൂപ്രണ്ട്. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറച്ചു. സിലിണ്ടറിന് കുറച്ചത് 180 രൂപ. വിമാന ഇന്ധനത്തിനും വില കുറച്ചു. LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. അയോധ്യ ക്ഷേത്രക്കൊള്ള അന്വേഷിക്കാൻ EDയും. ED ഇടപെടൽ തേടി UP സർക്കാർ ഉടൻ കത്ത് നൽകും. തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റിന് SIT. ശബരിമല വികസനത്തിൽ സർക്കാർ തീരുമാനങ്ങൾക്ക് കോടതി എതിരാകുന്നുവെന്ന് ദേവസ്വം മന്ത്രി. എതിർപ്പ് അറിയിക്കാത്തത് ബഹുമാനമുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ഏകീകൃത ദേവസ്വം ബോർഡ് ആലോചിച്ച് മാത്രം തീരുമാനം. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും മുരളീധരൻ. ആഭ്യന്തരമന്ത്രിയെ കണ്ടത് സൗഹൃദ സന്ദർശനം മാത്രമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഹെൽമറ്റില്ലാത്ത സ്കൂട്ടർ യാത്രയിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് രണ്ടാം ഘട്ട തുടക്കമായി. കണക്കെടുപ്പിന് ഉദ്യോഗസ്ഥർ രംഗത്ത്. ഏറ്റവും അധികം സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് എറണാകുളം ജില്ലയിൽ, കുറവ് ഇടുക്കിയിൽ. ചേർത്തല ദേശീയപാതയിൽ രൂപപ്പെട്ട ഗർത്തം മൂടി. പരിശോധനയ്ക്ക് NHPWD ഉദ്യോഗസ്ഥരും കളക്ടറും. കോഴിക്കോട് വടകര ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചു. കൊച്ചിയിലെ വിവാദ തൂഫാൻ യോഗത്തിൽ വിശദീകരണവുമായി പോലീസ്. സ്വകാര്യ പരിപാടിയെന്ന് കമ്മീഷണർ. K സുധാകരനെ ക്ഷണിച്ചു വരുത്തിയതെന്ന് സംഘാടകർ. ഗുണ്ടകളായിരുന്നെന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുതെന്ന് പ്രതികരണം. R സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി പോലീസ്. വിയ്യൂരിൽ നിന്നെത്തിച്ചത് വട്ടിയൂർക്കാവിലെ 2 കേസുകളിലെ പ്രൊഡക്ഷൻ വാറണ്ടിനെ തുടർന്ന്. കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ്. മോശം അനുഭവമുണ്ടായെന്ന് കോടതിയിൽ സുഗതൻ. ജാമ്യത്തിന് കൊണ്ടുപിടിച്ച ശ്രമവുമായി BJP നേതൃത്വം. അൻസിബയുടെ പരാതിയിൽ നിലപാട് വ്യക്തമാക്കി പോലീസ്. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ. നടപടി കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടനെയെന്നും കാളിരാജ് മഹേഷ് കുമാർ.
കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലും മംഗളൂരുവിലും വ്യാപക നാശനഷ്ടം. മംഗളൂരുവിൽ 3 മരണം. കാസർഗോഡ് സംസ്ഥാന പാതയിൽ കൂറ്റൻ പാറ പതിച്ച കാറിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കണ്ണൂരിൽ പോലീസ് സ്റ്റേഷന്റെ മേൽക്കൂര തകർന്നു. കോഴിക്കോട് ഓമശ്ശേരിയിലും ഒഴിവായത് വൻ ദുരന്തം. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. ഖത്തറിലെത്തിയ US ഇറാൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടന്നില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾക്കായി കടും പിടുത്തം തുടർന്ന് ഇറാൻ.